കുറച്ച് നാളുകൾക്ക് മുമ്പിൽ വന്നൊരു ന്യൂസ് കണ്ടു. വൈദ്യുതി ബില്ല് അടക്കാൻ സന്ദേശം വന്നു, വീട്ടമ്മയുടെ പണം പോയി. അതായത് വൈദ്യുതി ബില്ല് അടക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു മെസ്സേജ് വന്നു. ആ മെസ്സേജിൽ കണ്ട നമ്പറിലേക്ക് അവർ വിളിച്ചു. ആ വിളിച്ചവർ അവരോടൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു ഫോണിലേക്ക്. അതുവഴി അവരുടെ പണം നഷ്ടപ്പെട്ടു എന്നാണ് ആ ന്യൂസിലുള്ളത്. മറ്റൊരു ന്യൂസ് കണ്ടോ, അക്കൗണ്ടിൽ ഒരു പൈസയുടെ കുറവ്, സുനിൽ തലനാരഴക്ക് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. ന്യൂസിൽ ഫുള്ളായിട്ട് നോക്കുമ്പം കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് സംബന്ധമായ ഒരു കാര്യത്തിന് കസ്റ്റമർ കെയർ കോൺടാക്ട് ചെയ്തു, കിട്ടിയില്ല. അദ്ദേഹം ട്വിറ്ററിലൊരു പോസ്റ്റ് ചെയ്തു. അത് കണ്ട ഹാക്കർമാർ അദ്ദേഹത്തെ വിളിക്കുകയും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറയുകയും അതുവഴി അദ്ദേഹത്തിൻ്റെ ക്യാഷ് നഷ്ടപ്പെടാൻ സാഹചര്യം ഒരുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഈ രണ്ട് ന്യൂസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? അതായത് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോയി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട്, മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഡൗൺലോഡ് ചെയ്യപ്പെട്ടതുകൊണ്ട് ഹാക്കർമാർക്ക് ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട്, അതായത് ഏത് ആപ്ലിക്കേഷനാണോ ഡൗൺലോഡ് ചെയ്യാൻ അവർ പറഞ്ഞിരിക്കുന്നത് ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് അവർക്ക് നമ്മളെ അക്കൗണ്ട്, അതായത് നമ്മളെ മൊബൈൽ ആക്സസ് ചെയ്യാനും അതുവഴി നമ്മുടെ അക്കൗണ്ടിൻ്റെ UPI പിന്നും അതൊക്കെ മനസ്സിലാക്കി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും എന്നാണ് ഉത്തരം. അപ്പോൾ ഏത് ആപ്ലിക്കേഷനായിരിക്കും അവർ ഡൗൺലോഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുക? നിങ്ങൾ സ്ക്രീൻ ഷെയറിംഗ് ആപ്ലിക്കേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? സ്ക്രീൻ ഷെയറിംഗ് ആപ്സ്. കുറച്ച് സ്ക്രീൻ ഷെയറിംഗ് ആപ്ലിക്കേഷൻ നമുക്കിവിടെ പരിചയപ്പെടാം. AnyDesk, ടീം വ്യൂവർ, അതുപോലെ കോൺഫറൻസ് കോൾ, join.me, ഇങ്ങനെ ഒരുപാട് സ്ക്രീൻ ഷെയറിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, അതേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മറ്റൊരു ഹാക്കർക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇതിൻ്റെ നമ്മൾ പരസ്പരം കോഡ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പരസ്പരം ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് റിമോട്ടായിട്ട് നിങ്ങളുടെ മൊബൈൽ അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആൾ ആ കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഫോൺ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോണിൽ എന്തൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ ഡാറ്റാസ് ഉണ്ട്, ഇതൊക്കെ നമ്മളെ ഹാക്കർക്ക്, അതായത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കോഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിച്ചത് എന്തായിരിക്കും വെച്ചാൽ, ഇതിലേതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ആ വീട്ടമ്മയോട് അല്ലെങ്കിൽ ആ സുനിൽ കുമാറിനോട് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവുക. അവർ ഇൻസ്റ്റാൾ ചെയ്യുകയും ആ കോഡ് ഈ ഹാക്കർക്ക് നൽകുകയും ഹാക്കർ അത് ഉപയോഗിച്ചിട്ട് അവരുടെ ഫോൺ ആക്സസ് ചെയ്യുകയും സൂത്രത്തിൽ അവരുടെ UPI പിന്നോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് IDയും പാസ്വേഡൊക്കെ മനസ്സിലാക്കിയിട്ട് അതിലൂടെ അവരെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അതിൽ മിക്ക ന്യൂസിലും കാണുന്നത് അവർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ആക്സസ് ചെയ്ത ശേഷം ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ഫോൺ പേ വഴിയോ ഒരു 10 രൂപ അയക്കാനാണ് പറയുന്നത്. അവർ പറയുന്ന നമ്പറിലേക്ക് ഒരു 10 രൂപ അയച്ചു നോക്കാൻ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താണ് അവിടെ ചെയ്യുക? ഒരു 10 രൂപയല്ലേ പോയാലും ഒരു 10 രൂപയല്ലേ നഷ്ടപ്പെടുള്ളൂ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു 10 രൂപ അയക്കും. UPI പിന്നൊക്കെ ഹാക്കർമാർ അവിടെ നിന്ന് മനസ്സിലാക്കി വെക്കുന്നുണ്ടാവും. ഈ 10 രൂപ അയച്ചു കഴിഞ്ഞ പാട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായില്ല. നമ്മൾ അറിയാതെ ഈ സാധനങ്ങളൊക്കെ, ഈ ആപ്ലിക്കേഷൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ബാക്കിയുള്ള എമൗണ്ടും കൂടി അവരടിച്ചു മാറ്റി കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ക്രീൻ ഷെയറിംഗ് ആപ്സ്, റിമോട്ട്ലി ആക്സസ് ചെയ്യാൻ പറ്റിയ സ്ക്രീൻ ഷെയറിംഗ് ആപ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി. അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ ചെന്ന് ചാടാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം എന്ന് വെച്ചാൽ, ഒന്നാമതായി നമ്മൾ ഒരു കോളിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഫോൺ വിളിച്ച് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്ന ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്പുകളും പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആക്കി മാറ്റുക. മൂന്നാമതായി, സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു മെസ്സേജ് വന്ന് അതിൽ വിളിച്ച് അവർ പറയുന്ന ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുകയോ അവർ പറയുന്ന ആപ്ലിക്കേഷൻസ് അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുക. നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും OTP ഷെയർ ചെയ്യാതിരിക്കുക. ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ കോഡ്, മിക്കവാറും അതിൻ്റെ ഒരു കോഡ് ഷെയർ ചെയ്തുകൊണ്ടാണ് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യം OTP ഷെയർ ചെയ്യരുത് എന്നാണ്. അപ്പോൾ നിങ്ങൾ ആ കോഡ്, അങ്ങനെയുള്ള OTPകളൊക്കെ ഷെയർ ചെയ്യാതിരിക്കുക. അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഫോണിൽ വന്ന മെസ്സേജിൽ കാണുന്ന വെരിഫൈ ചെയ്യാത്ത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതെ. ആറാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാങ്ക് സംബന്ധമായ അല്ലെങ്കിൽ അക്കൗണ്ട് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും കസ്റ്റമർ കെയർ നമ്പർ എടുക്കുക. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എടുക്കാതിരിക്കുക. ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കിൽ നിന്നോ കസ്റ്റമർ കെയർ നമ്പർ എടുത്തിട്ട് കോൺടാക്റ്റ് ചെയ്യും. ഏഴാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുന്നത് പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ മാത്രം ആയിരിക്കണം. എട്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മൊബൈലിലൊക്കെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ വാട്സപ്പ് വഴിയൊക്കെ വരുന്ന ഓഫേഴ്സ്, ലോട്ടറി തട്ടിപ്പുകളും ഓഫേഴ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇപ്പം അടുത്ത് കല്യാൺ ജ്വല്ലറിയുടെ പേരിൽ ഒരു ഓഫർ കറങ്ങി നടപ്പുണ്ട്. അതുപോലെ പണ്ട് ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും പേരിൽ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാണുന്ന ലിങ്കുകളിലൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് പണി മേടിക്കാതിരിക്കുക. ഇനി നമ്മൾ ഇങ്ങനെയുള്ള ഹാക്കിംഗ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ ചെന്ന് ചാടിയെന്ന് വരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ ചെന്ന് ചാടിയാൽ എത്രയും പെട്ടെന്ന് ബാങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ അയച്ചിരിക്കുന്ന ആപ്സ് ഉണ്ടല്ലോ, പേയ്മെൻറ്റ് ആപ്സ്, അതിൻ്റെ കസ്റ്റമർ കെയറിലും റിപ്പോർട്ട് ചെയ്യുക. രണ്ടാമതായിട്ട്, നിങ്ങൾ തട്ടിപ്പിന് ഇരയായി എന്ന് മനസ്സിലായ പാടെ നിങ്ങൾ പാസ്വേഡൊക്കെ ചേഞ്ച് ചെയ്യുക.
നിങ്ങളെല്ലാ പാസ്വേഡും, നിങ്ങളുടെ ഇമെയിലിൻ്റെ പാസ്വേഡ്, നിങ്ങളെ ലോഗിൻ പാസ്വേഡ്, UPI പിന്നുകളൊക്കെ ചേഞ്ച് ചെയ്യുക. മൂന്നാമതായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ലോക്കൽ സൈബർ ക്രൈം അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യുക. cybercrime.gov.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിലും നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. അതുപോലെ 1930 എന്ന് പറഞ്ഞ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചിട്ടും നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്ന. അതുപോലെ നിങ്ങൾ സ്ക്രീൻ ഷെയറിംഗ് ആപ്പ് വഴി നിങ്ങൾ ഹാക്ക് ചെയ്യപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ സ്ക്രീൻ ഷെയറിംഗ് ആപ്പ് വഴി നമ്മൾ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതകളും അതിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെ രക്ഷ നേടാം എന്നുള്ളതും, ഇനി അങ്ങനെ ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന സ്ക്രീൻ ഷെയറിംഗ് ആപ്പുകൾ നമ്മൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.